ലോങ് ടേമിൽ വെൽത്ത് ക്രിയേഷന് നമ്മൾ ഇൻവെസ്റ്റിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമുണ്ട്. പക്ഷേ കുറേ അധികം ആൾക്കാർ ഇൻവെസ്റ്റിങ്ങിലേക്ക് കടക്കാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇൻവെസ്റ്റിംഗ് ഭയങ്കര റിസ്ക്കിയാണ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റിങ്ങിൽ കുറേ റിസർച്ച് നടത്താനുണ്ട്, കുറേ ടൈം കൺസ്യൂമിങ് ആണ്, ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഇൻവെസ്റ്റിംഗ് എന്ന് വിചാരിച്ചിട്ടാണ് കുറേ അധികം ആൾക്കാർ ഇൻവെസ്റ്റിങ്ങിലേക്ക് കടക്കാത്തത്. പക്ഷേ ഇൻവെസ്റ്റിങ്ങിലും സിമ്പിളായിട്ടുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ഈസി ആയിട്ടും അതുമാതിരി തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഈസി ആയിട്ടുള്ള കുറേ അധികം മെത്തേഡ്സും ഐഡിയോളജീസും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഒരു സിംപ്ലിസിറ്റി കാരണം ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിംഗ് മെത്തേഡ് അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി ഉണ്ട്. അപ്പോൾ ഇതിനെ വിളിക്കുന്നത് കോഫി ക്യാൻ ഇൻവെസ്റ്റിംഗ് എന്നാണ്. അപ്പോൾ ചിലവരെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ കോഫി ക്യാൻ ഇൻവെസ്റ്റിങ്ങിനെ കുറിച്ച്? ഈ കോഫി ക്യാൻ ഇൻവെസ്റ്റിംഗ് വേൾഡിൽ ഭയങ്കര സിമ്പിളായിട്ടുള്ള അല്ലെങ്കിൽ ഏതൊരാൾക്കും കുറച്ചൊരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. കോഫി ക്യാൻ ഇൻവെസ്റ്റിംഗ് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞുതരാം. അപ്പോൾ ഈ കഥ കേട്ട് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എന്താണ് കോഫി ക്യാൻ ഇൻവെസ്റ്റിംഗ് എന്ന് എളുപ്പമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാട്ടിൽ ഈ സംഭവം നടക്കുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. റോബർട്ട് ജി കിർബി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. അപ്പോൾ ആളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓർഗനൈസേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ആൾക്കൊരു കോള് വരികയാണ്. അപ്പോൾ ഒരു സ്ത്രീയിൽ നിന്നാണ് ഈ കോള് വരുന്നത്. അപ്പോൾ ഈ സ്ത്രീ ഇയാളുടെ ക്ലയൻ്റാണ്, ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓർഗനൈസേഷനിലെ ഒരു ക്ലയൻ്റാണ്. ഈ സ്ത്രീ ഈ ഓർഗനൈസേഷൻ്റെ ഹെൽപ്പോടെ, ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓർഗനൈസേഷനാണ്, അവരുടെ ഹെൽപ്പോടെ കുറേ സ്റ്റോക്കുകളൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആക്റ്റീവായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഈ സ്ത്രീ പെട്ടെന്ന് വിളിക്കാൻ കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡിനും ഇങ്ങനെ സ്റ്റോക്കുകൾ കാര്യങ്ങളൊക്കെ കുറേ അസറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് മരിച്ചു. അപ്പോൾ ഈ ഹസ്ബൻഡിൻ്റെ കയ്യിലുള്ള സ്റ്റോക്കും ആ കാര്യങ്ങളൊക്കെ ഡീല് ചെയ്യാനായിട്ടാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നത് നമ്മുടെ റോബർട്ട് ജി കിർബീനെ ഈ സ്ത്രീ വിളിക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ സ്റ്റോക്കുകളിൽ കാര്യങ്ങൾ നോക്കാനായിട്ട് റോബർട്ട് ജി കിർബി അപ്പോൾ ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും പോർട്ട്ഫോളിയോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിമിലാരിറ്റി ഇവിടെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഒരു കോറിലേഷൻ ഈ വൈഫിൻ്റെയും ഹസ്ബൻഡിൻ്റെയും ഈ ഒരു പോർട്ട്ഫോളിയോയിൽ കണ്ടുപിടിക്കുക. അപ്പോൾ ഈ വൈഫ് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓർഗനൈസേഷൻ, കിർബി വർക്ക് ചെയ്യുന്ന ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓർഗനൈസേഷനിലെ ഒരു ക്ലയൻ്റാണ് ഈ വൈഫ്. അപ്പോൾ ഈ വൈഫിന് റോബർട്ട് കിർബി ഇൻവെസ്റ്റ്മെൻറ്റ് ഐഡിയാസ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഏതൊക്കെ സ്റ്റോക്ക് മേടിക്കണം, ഏതൊക്കെ സ്റ്റോക്ക് എപ്പോൾ വിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് ഐഡിയാസ് വൈഫിന് റോബർട്ട് ജി കിർബി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വൈഫ് അതിനനുസരിച്ച് സ്റ്റോക്കുകൾ മേടിക്കും, വിൽക്കും, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യും. പക്ഷേ ഈ ഹസ്ബൻഡ് ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ വൈഫ് മേടിക്കുന്ന അതേ സ്റ്റോക്കുകൾ തന്നെ ഹസ്ബൻഡ് മേടിക്കും. പക്ഷേ ഹസ്ബൻഡ് ഒരു സ്റ്റോക്കും വിൽക്കില്ല. എല്ലാ സ്റ്റോക്കിലും ഹസ്ബൻഡ് $5000 മേടിക്കും. ഈ കിർബിയുടെ ഓർഗനൈസേഷൻ പറയുന്ന സ്റ്റോക്കുകളൊക്കെ ഹസ്ബൻഡ് മേടിക്കുന്നത് എല്ലാ $5000 മേടിച്ച് അവിടെ ഇടും. വൈഫിനും $5000 മേടിക്കും. പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ കമ്പനി വിൽക്കാൻ പറയുമ്പോൾ വൈഫിൻ്റെ പോർട്ട്ഫോളിയോന്ന് ഇയാൾ ഈ സ്റ്റോക്ക് വിൽക്കും. പക്ഷേ ഇയാളുടെ സ്വന്തം പോർട്ട്ഫോളിയോന്ന് ഇയാൾ സ്റ്റോക്കൊന്നും വിൽക്കില്ല. അപ്പോൾ ഇവിടെ വരെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ വൈഫ് എന്ന് പറയുന്ന ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓർഗനൈസേഷൻ, കിർബി വർക്ക് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഓർഗനൈസേഷനിലെ ഒരു കസ്റ്റമറാണ്. അപ്പോൾ കിർബിയുടെ കമ്പനി പറയുന്ന സ്റ്റോക്കുകളൊക്കെ ഈ ഒരു വൈഫ് മേടിക്കും, അതേ സ്റ്റോക്കിൽ ഹസ്ബൻഡ് മേടിക്കും. ഹസ്ബൻഡ് അത് വിൽക്കാണ്ട് അവിടെ ഇടും, വൈഫ് കമ്പനി പറയുമ്പോൾ വിൽക്കും. അപ്പോൾ ഈ കിർബി ഇവരുടെ രണ്ടുപേരുടെയും പോർട്ട്ഫോളിയോ നോക്കിയപ്പോൾ ഒരു വലിയൊരു വ്യത്യാസം കണ്ടു. വൈഫിൻ്റെ പോർട്ട്ഫോളിയോ വലിയ റിട്ടേൺസ് ഒന്നും തന്നിട്ടില്ല, കാര്യമായിട്ടുള്ള റിട്ടേൺസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതേസമയം ഹസ്ബൻഡിൻ്റെ പോർട്ട്ഫോളിയോ മാസീവ് ആയിട്ടുള്ള റിട്ടേൺസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ കിർബി നോക്കുമ്പോൾ കാണുന്നത് കിർബിയുടെ കമ്പനി പറഞ്ഞ അതേ സ്റ്റോക്കുകൾ തന്നെയാണ് വൈഫും ഹസ്ബൻഡും മേടിച്ചിട്ടുള്ളത്. ആകെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് സ്റ്റോക്കുകളൊന്നും വിൽക്കില്ല, വൈഫ് ആ സ്റ്റോക്കുകളൊക്കെ വിൽക്കുകയും ചെയ്യും. ഞാനപ്പോൾ ആദ്യം പറഞ്ഞു എല്ലാ സ്റ്റോക്കുകളും ഇയാൾ $5000 മേടിക്കാമെന്ന്. അപ്പോൾ ഈ കിർബി നോക്കുമ്പോൾ $5000 മേടിച്ച കുറേ സ്റ്റോക്കുകളുണ്ട്. ചില സ്റ്റോക്കുകളിലൊക്കെ മൂല്യം കുറഞ്ഞു. $5000 മേടിച്ച് $2000, $1000, $3000 വാല്യൂ കുറഞ്ഞു. ചില സ്റ്റോക്കുകൾ $5000 ചുറ്റുവട്ടത്തൊക്കെ തന്നെ $5000 $6000, ചിലത് $7000 അങ്ങനെയൊക്കെ. പക്ഷേ 2-3 സ്റ്റോക്കുകൾ മാത്രം മാസീവായിട്ടുള്ള ഗ്രോത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സ്റ്റോക്ക് $5000 മേടിച്ച് $1,00,000 ആയിട്ട് കൂടി, വേറെ സ്റ്റോക്ക് 8 ലക്ഷമൊക്കെ ആയിട്ട് കൂടി. 8 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ $5000 മേടിച്ചത് $8,00,000 ആവാന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു റിട്ടേൺ ആണ്. അപ്പോൾ ആ സ്റ്റോക്കിൻ്റെ പേരെന്ന് പറയുന്നത് ഹാലോയിഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ സ്റ്റോക്കാണ്. ഈ $5000 നിന്ന് $8,00,000 ആയ. അപ്പോൾ കിർബി ഇവിടെ ശ്രദ്ധിച്ച കാര്യം എന്ന് പറയുന്നത് കിർബിയുടെ കമ്പനി പറയുന്ന സ്റ്റോക്കുകളൊക്കെ തന്നെയാണ് ഈ ഹസ്ബൻഡ് മേടിച്ചിട്ടുള്ളത്. പക്ഷേ അയാൾ ഒന്നും വിൽക്കാണ്ട് എല്ലാത്തിനെയും ഹോൾഡ് ചെയ്തിരുന്ന് കഴിഞ്ഞപ്പോൾ ആൾക്ക് മാസീവായിട്ടുള്ള റിട്ടേൺ ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ കിർബി ഇതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം, നല്ല സ്റ്റോക്കുകൾ മേടിച്ചിട്ട് അത് ഹോൾഡ് ചെയ്താൽ നല്ല പോലെ റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കിർബി ഇതിൽ നിന്ന് മനസ്സിലാക്കിയത്. അങ്ങനെയാണ് റോബർട്ട് കിർബി ഈ ഒരു ടേം, ഈ ഒരു കോഫി ക്യാൻ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്ന ടേം അയാൾ അപ്പോഴാണ് കോയിൻ ചെയ്തത്. അല്ലെങ്കിൽ ഈ കോഫി ക്യാൻ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്ന ടേം അപ്പോഴാണ് കിർബി ഉണ്ടാക്കിയത്. അപ്പോൾ ഈ കോഫി ക്യാൻ ഇൻവെസ്റ്റിംഗ് എന്നൊരു പേര് എടുക്കാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് പണ്ട് കാലത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ ഈ ബാങ്കിങ് സിസ്റ്റം ഒന്നും അത്ര ഫേമസ് അല്ല. അപ്പോൾ അങ്ങനത്തെ സമയത്ത് ഈ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ അവരുടെ സമ്പാദ്യങ്ങൾ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു കോഫി ക്യാനിലാണ് സൂക്ഷിച്ച് വെച്ചിരുന്നത്. എന്നിട്ട് കോഫി ക്യാനിൽ സൂക്ഷിച്ച് എവിടെയെങ്കിലും മാറ്റി വയ്ക്കും. അങ്ങനെ അവർക്ക് ഒരു ആവശ്യം വരുമ്പോൾ അവർ ആ കോഫി ക്യാനിൽ നിന്നാണ് ഈ പൈസയൊക്കെ എടുക്കുക. അപ്പോൾ ഈ ഒരു കോഫി ക്യാനാണ് ആൾക്കാർ അവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാല്യൂബിൾസ് സ്റ്റോർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു കോഫി ക്യാൻ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്ന ടേം ഫോം ചെയ്തെടുത്തത് റോബർട്ട് കിർബി.
അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കോഫി ക്യാൻ ഇൻവെസ്റ്റിങ്ങിൻ്റെ ഒരു കോർ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഒരു കോർ ഐഡിയ എന്താണെന്ന് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. സ്റ്റോക്ക് മേടിക്കുക, കുറേ വർഷങ്ങളിലേക്ക് ഹോൾഡ് ചെയ്യുക, ഇതാണ് പ്രിൻസിപ്പിൾ. വാറൻ ബഫറ്റ് ഒക്കെ ചെയ്യുന്ന കാര്യം ഇതാണ്. വാറൻ ബഫറ്റ് പറയും, ഇപ്പോൾ ഒരു സ്റ്റോക്ക് മേടിക്കാൻ നിങ്ങൾക്ക് ഉദ്ദേശം ഉണ്ടെങ്കിൽ അതൊരു 10-20 വർഷത്തേക്ക് ഹോൾഡ് ചെയ്യാൻ ഒരു പ്ലാനും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്റ്റോക്ക് മേടിക്കേണ്ടെന്നാണ് വാറൻ ബഫറ്റ് പലപ്പോഴും പറയാറ്. അപ്പോൾ അതേ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ അതേ ഒരു ഐഡിയോളജിയാണ് ഈ ഒരു കോഫി ക്യാൻ ഇൻവെസ്റ്റിങ്ങിൽ യൂസ് ചെയ്യുന്നത്. ഒരു സ്റ്റോക്ക് മേടിക്കുക, അതിനെക്കുറിച്ച് മറക്കുക, ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ആ സ്റ്റോക്കിനെ കുറിച്ച് പിന്നെ നോക്കിയാൽ മതി. അപ്പോൾ ഇതാണ് കോഫി ക്യാൻ ഇൻവെസ്റ്റിങ്ങിൻ്റെ ഐഡിയ. ഇനി നമ്മൾ എങ്ങനെയാണ് കോഫി ക്യാൻ ഇൻവെസ്റ്റിങ്ങിലേക്ക് സ്റ്റോക്കുകൾ ആഡ് ചെയ്യേണ്ടത്, എങ്ങനത്തെ സ്റ്റോക്കുകളാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി നോക്കേണ്ടത്. ഞാൻ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായി കോഫി ക്യാൻ ഇൻവെസ്റ്റിങ്ങിൽ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യാനുള്ള മെത്തേഡ് കമ്പാരിറ്റീവ്ലി ഈസിയാണെന്ന്. അപ്പോൾ നമുക്കിനി ആ സ്റ്റെപ്പുകൾ എന്താണ്, എങ്ങനെയാണ് സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആ സ്റ്റോക്ക് ആ ഒരു പർട്ടിക്കുലർ മാർക്കറ്റ് സെക്ടറിൽ ഒരു ഡോമിനേറ്റിംഗ് അല്ലെങ്കിൽ ഒരു ലീഡിങ് കമ്പനി ആയിരിക്കണം. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ടെലികോം സെക്ടർ ചിന്തിക്കുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്ന 1-2 സ്റ്റോക്കുകൾ ഏതാണ്? എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് റിലയൻസും എയർടെലുമാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് റിലയൻസ് എയർടെലാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നിലവിൽ ടെലികോം സെക്ടറിൽ ഏറ്റവും ലീഡിങ് ആയിട്ട് നിൽക്കുന്ന 2 കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു സ്റ്റോക്ക് പിക്ക് ചെയ്യുമ്പോൾ എപ്പോഴും അത് ആ ഒരു പർട്ടിക്കുലർ സെക്ടറിൽ അതിനൊരു കോമ്പറ്റേറ്റീവ് എഡ്ജ് ഉണ്ടായിരിക്കണം. മറ്റ് കമ്പനികളെ വെച്ച് നോക്കുമ്പോൾ അതിനൊരു പടി മുകളിൽ നിൽക്കാനായിട്ടുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം. നമ്മൾ എപ്പോഴും ഈ ഒരു കോഫി ക്യാൻ ഇൻവെസ്റ്റിംഗ് വഴി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു കാര്യം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ എപ്പോഴും ഒരു എഡ്ജ് ഉണ്ടായിരിക്കണം മറ്റ് കമ്പനികളിലും നോക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കോഫി ക്യാൻ ഇൻവെസ്റ്റിങ്ങിൽ സ്റ്റോക്സ് പിക്ക് ചെയ്യേണ്ട ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഫിനാൻഷ്യലിയും ഫണ്ടമെൻ്റലിയും നല്ലപോലെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കമ്പനി ആയിരിക്കണം. അപ്പോൾ അങ്ങനെ സ്റ്റേബിൾ ആണെന്ന് ഉറപ്പിക്കാനായിട്ട് നമ്മൾ കഴിഞ്ഞ ഒരു 5-10 വർഷത്തെയൊക്കെ നമ്മൾ ഫൈനാൻഷ്യൽസും അതുമാതിരി ഫണ്ടമെൻ്റൽസും ഒക്കെ എടുത്ത് നമ്മൾ നോക്കേണ്ട കാര്യമുണ്ട്. അല്ലാണ്ട് കഴിഞ്ഞ 1-2 വർഷത്തെ കാര്യങ്ങൾ മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ക്ലിയർ പിക്ചർ അല്ലെങ്കിൽ ഒരു എക്സാക്റ്റ് ഐഡിയ നമുക്ക് കിട്ടില്ല. അപ്പോൾ ഒരു 10 വർഷത്തെയൊക്കെ ഫണ്ടമെൻ്റൽസും ഫൈനാൻഷ്യൽസും ഒക്കെ റിസർച്ച് നടത്തി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഇപ്പോഴും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ 5-10 വർഷം നല്ലപോലെ പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഫ്യൂച്ചറിലും നല്ലപോലെ പെർഫോം ചെയ്യുമെന്നാണ് ഒരു കോഫി ക്യാൻ ഇൻവെസ്റ്റിങ്ങിൻ്റെ തിയറി പറയുന്നത്. ഇനി മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എപ്പോഴും ഡൈവേഴ്സിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുക. 1-2-3 അല്ലെങ്കിൽ ഒരു 5 സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മളൊരു 10-15-20 സ്റ്റോക്കുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കോഫി ക്യാൻ ഇൻവെസ്റ്റിംഗ് അല്ലേ, സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ ഒരു ഗോൾഡൻ റൂൾ എന്ന് വേണമെങ്കിൽ പറയാം. എപ്പോഴും ഡൈവേഴ്സിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ എടുക്കുന്നതിൽ 1-2-3 ഇനി ഒരു 5-10 സ്റ്റോക്കൊക്കെ മോശമായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ അപ്പുറത്തുള്ള സ്റ്റോക്കുകൾ നല്ലപോലെ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റിട്ടേൺ ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നാണ് ഒരു ഡൈവേഴ്സിഫിക്കേഷൻ വഴി ചെയ്യുന്നതിലൂടെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഇനി നാലാമതായിട്ട്, ഇത് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല, പക്ഷെ പറ്റുന്നവരാണെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റത്തെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നല്ലപോലെ ഒരു എമൗണ്ട് ഇടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതാണ് ഒരു കോഫി ക്യാൻ ഇൻവെസ്റ്റിങ്ങിൽ മിക്കവരും സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമേ തന്നെ നല്ലൊരു ഫണ്ട് ഇറക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യാണ് നല്ലത്. പിന്നീട് സ്റ്റോക്കിൻ്റെ പ്രൈസ് കുറയാണെന്നുണ്ടെങ്കിൽ ആവറേജ് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് കുറേ പേര് സജസ്റ്റ് ചെയ്യുന്നത് ഒരു കോഫി ക്യാൻ ഇൻവെസ്റ്റിങ്ങിൽ ഈ ഒരു മെത്തേഡ് ചൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് അതിന് പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. ഇനി അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ SIP-യോ നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾ ഫണ്ട് ഇറക്കുക. ഇനി അഞ്ചാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയും, നമ്മളൊരു സ്റ്റോക്ക് പിക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സെക്ടറിലെ സ്റ്റോക്ക് പിക്ക് ചെയ്യുമ്പോൾ ആ ഒരു സെക്ടറിൽ തന്നെ മൾട്ടിപ്പിൾ സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ചിലപ്പോൾ ഫ്യൂച്ചറിൽ ഏതെങ്കിലും 1-2 സെക്ടറുകൾ നല്ലപോലെ ചിലപ്പോൾ പെർഫോം ചെയ്തു എന്ന് വരാം. പക്ഷേ ഈ പെർഫോം ചെയ്യുന്ന സെക്ടറുകളിൽ ചിലപ്പോൾ ചില സ്റ്റോക്കുകൾ മോശമായിട്ടായിരിക്കും പെർഫോം ചെയ്യുക. സെക്ടർ ഓവറോൾ നല്ലപോലെ പെർഫോം ചെയ്യണമെങ്കിൽ ചില പർട്ടിക്കുലർ സ്റ്റോക്ക് ചിലപ്പോൾ മോശമായിട്ട് പെർഫോം ചെയ്തു എന്ന് വരാം. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിന്ന് നമുക്കൊരു അല്ലെങ്കിൽ ആ ഒരു റിസ്ക് ഫാക്ടർ അവോയ്ഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ സെക്ടറിൽ തന്നെ നമ്മൾ 1-2 ഒന്നിലധികം സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ ഞാൻ ടെലികോം സെക്ടറിലെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും റിലയൻസിൽ മാത്രമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യില്ല. ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ റിലയൻസിലും എയർടെല്ലിലും ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം മോശമായിട്ട് പെർഫോം ചെയ്താൽ മറ്റേത് ഉണ്ട് എന്നെ അവിടെ രക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ എൻ്റെ റിസ്ക് എക്സ്പോഷർ കുറയ്ക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കോഫി ക്യാൻ ഇൻവെസ്റ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ കോഫി ക്യാൻ ഇൻവെസ്റ്റിങ്ങിൻ്റെ മെയിൻ തിയറി അല്ലെങ്കിൽ ഒരു കോർ പ്രിൻസിപ്പിൾ ഞാൻ പറഞ്ഞു, ബൈ ആൻഡ് ഫോർഗെറ്റ്. മേടിച്ചിട്ട് ഒരു 10 വർഷത്തേക്ക് ആ സ്റ്റോക്കിനെ കുറിച്ച് പിന്നെ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. ഇത് പറയാനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എക്സ്പേർട്സ് എപ്പോഴും പറയുന്നത് ഒരു ലോങ് റണ്ണിൽ എപ്പോഴും നമുക്ക് വോളറ്റിലിറ്റീനെ ബീറ്റ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ വോളറ്റിലിറ്റിയുടെ ഓപ്പോസിറ്റ് സൈഡിൽ പോയി നമുക്കൊരു സക്സസ് റേഷ്യോ കൂടാനായിട്ടാണ് എപ്പോഴും ഒരു ലോങ് റണ്ണിൽ സാധ്യത എന്നാണ് എല്ലാവരും പറയുന്നത്, അല്ലെങ്കിൽ എക്സ്പേർട്സ് ഒക്കെ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു കോഫി ക്യാൻ ഇൻവെസ്റ്റിങ്ങിൽ സ്റ്റോക്ക് മേടിക്കുക, അതിനെക്കുറിച്ച് മറക്കുക, കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾ പറ്റുന്ന സമയങ്ങളൊക്കെ ആവറേജ് ചെയ്യുക, എന്നിട്ട് ഒരു 10 വർഷമൊക്കെ കഴിഞ്ഞിട്ട് വിൽക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. അപ്പോൾ ഇതാണ് കോഫി ക്യാൻ ഇൻവെസ്റ്റിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണ് കോഫിക്ക ഇൻവെസ്റ്റിംഗ്, എങ്ങനെയാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് സ്റ്റോക്ക് പിക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലുള്ള ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ഇട്ടാൽ അറിയുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.